വാഹനയാത്രക്കാർക്ക് ഭീഷണിയായി കുലുക്കല്ലൂർ പഞ്ചായത്തിലെ പഴൂർപ്പടി വില്ലത്ത് സ്കൂൾ റോഡ്. രണ്ട് റോഡുകൾ കൂടിച്ചേരുന്ന ഭാഗത്തെ ഉയരവ്യത്യാസമാണ് അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്നത്. 2 വർഷം മുൻപാണ് കുലുക്കല്ലൂർ പഞ്ചായത്തിലെ 10-ാം വാർഡ് വില്ലത്ത് സ്കൂൾ പടി മുതൽ പുറമത്ര വരെ പോകുന്ന പഴൂർപ്പടി റോഡിന്റെ കുറച്ചു ഭാഗം കട്ടവിരിച്ച് പണി പൂർത്തീകരിച്ചത്. എന്നാൽ റോഡ് നിർമ്മാണത്തിലെ അശാസ്ത്രീയത മൂലം ഇതുവഴിയുള്ള യാത്ര ദുർഘടമായിരിക്കുകയാണ്. റോഡിലെ കട്ടവിരിച്ച് പണി പൂർത്തീകരിച്ച ഭാഗം പഴയ റോഡുമായി കൂടിച്ചേരുന്ന ഭാഗത്തെ വലിയ രീതിയിലുള്ള ഉയരവ്യത്യാസം യാത്രക്കാർക്ക് ഭീഷണിയാകുന്നു. പെട്ടെന്നുള്ള വളവും ഇറക്കവും കഴിഞ്ഞെത്തുന്ന വാഹനങ്ങൾ ഈ ഉയരവ്യത്യാസത്തിനുമേൽ ബുദ്ധിമുട്ടുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ഇരുചക്ര വാഹനങ്ങളാണെങ്കിൽ മറിയുമെന്നത് ഉറപ്പാണ്. കാറുകളും മറ്റു വാഹനങ്ങളുമാകട്ടെ ഈ കടമ്പ കടക്കാനാവാതെ കുടുങ്ങി നിൽക്കുന്ന സാഹചര്യവും നിലവിലുണ്ട്. നിരവധി യാത്രക്കാരാണ് ഇവിടെ അപകടത്തിൽപ്പെടുന്നതെന്ന് പ്രദേശവാസികൾ പറയുന്നു. ഇതിനെതിരെ പ്രതിഷേധവുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ് കുലുക്കല്ലൂർ പഞ്ചായത്ത് 10-ാം വാർഡിലെ BJP പ്രവർത്തകർ. ഈ റോഡ് എന്ന് പറഞ്ഞാൽ ഇത് മപ്പാട്ടുകര പുറമത്ര കുലുക്കല്ലൂർ ബന്ധിപ്പിക്കുന്ന പ്രധാന റോഡാണ്. ഈ റോഡിൻ്റെ ഈ പണി നടക്കുന്നത് ഏകദേശം ഒരു 2 വർഷമായി. ഈ പണി നടന്നപ്പോൾ അന്ന് പറഞ്ഞത് എന്താ വെച്ചാൽ ഇതിനോടനുബന്ധിച്ച് ഈ റോഡും കൂടി ഉയർത്തി വരും, അപ്പോൾ ഈ ഒരു പ്രശ്നം തീരുന്ന പറഞ്ഞു. പക്ഷേ ഇത് നമ്മൾ 2 വർഷമായിട്ടും ആ പഞ്ചായത്ത് അധികാരികളുടെ സൈഡിൽ നിന്ന് യാതൊരു ഇതും കാണുന്നില്ല. അത് കാരണം ഇവിടെ നിരന്തരം ആക്സിഡൻ്റ് ആവുകയാണ്. ഇപ്പം കഴിഞ്ഞ ഒരാഴ്ചയിൽ തന്നെ 2 ബൈക്കും ആക്സിഡൻ്റ് ആയിട്ട് ഒരാൾക്ക് ശരിക്കും തലയ്ക്ക് ചെറിയ പരുക്ക് പറ്റുകയും തലയിൽ സ്റ്റിച്ചിടേണ്ട അവസ്ഥ വരുന്നുണ്ട്. പല ബൈക്കുകളും ഇവിടെ വീഴാതെ പോകാറില്ല. ബൈക്കുകളിലെ സ്ത്രീകളൊക്കെ എത്രയോ പ്രാവശ്യം ഇവിടെ വീണ് അവർക്ക് ഒരു യാത്ര ചെയ്യാൻ പറ്റാണ്ട് തിരിച്ചു വീട്ടിൽ പോകേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അത് കൂടാതെ 4 വീലർ ആണെങ്കിൽ അടി തട്ടാണ്ട് ഒരു വണ്ടി ഈ റോഡിൽ കയറാൻ പറ്റത്തില്ല. അങ്ങനത്തെ ഒരു സ്ഥിതിയാണ് ഇത്. ഈ റോഡിൻ്റെ ഈ ഒരു അശാസ്ത്രീയമായ നിർമ്മിതി കാരണം ഈ റോഡിൻ്റെ സ്ഥിതി അങ്ങനെയാണ്. ഈ റോഡിൽ കൂടെ രാവിലെയും വൈകുന്നേരം ഒരു 5-6 സ്കൂൾ ബസ് കൂടി പോകുന്നതാണ്. അവർക്കൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് ഈ ഒരു കാരണം വളവും അതിനോടുകൂടിയുള്ള കുത്തനെയുള്ള ഇറക്കോ അല്ലെങ്കിൽ തിരിച്ചു വരികയാണെങ്കിൽ കുത്തനെയുള്ള കയറ്റവും കാരണം കുട്ടികളെ വെച്ചുള്ള യാത്ര വളരെ വളരെ ദുരിതകരമായ യാത്രയാണ് അവർക്കുള്ളത്. പക്ഷേ ഈ റോഡിൻ്റെ പണി നടക്കുമ്പോൾ ഇവർ പറഞ്ഞത് ഇതിൻ്റെ ഈ നമ്മുടെ പഴൂർപ്പടി തൊട്ടിട്ട് പിന്നെ കാൽപ്പസിറ്റി വരെ അടുത്ത് തന്നെ പണി ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടാണ് ഈ ഭാഗത്ത് ഇത്രയും വലിയ ഹൈറ്റ് വെച്ചത്. അന്ന് ഇതിൻ്റെ കൂടെ ഈ എൻജിനീയർമാർ എല്ലാവരും ഉണ്ടായിരുന്നു. പക്ഷേ ഇവരെങ്ങനെയാണ് ഇത് ഒരു വണ്ടിക്ക് പോകാൻ വേണ്ടിയിട്ടാണോ അതോ എങ്ങനെയാണ് ഇപ്പോൾ ഇവിടുന്ന് വണ്ടി താഴത്തെ റോഡിൽ നിന്ന് വണ്ടി മേലേക്ക് കയറാൻ വേണ്ടിയിട്ട് ആളുകൾ വളരെ ബുദ്ധിമുട്ട്. ഒരുപാട് ബൈക്കുകൾ ഇവിടെ വന്നിട്ട് വീഴുന്നുണ്ട്. അതിൻ്റെ പിന്നിൽ ഇരിക്കുന്ന സ്ത്രീകളും കുട്ടികളും വീണ് ഒരുപാട് ആക്സിഡൻറ്റുകൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ റോഡിൻ്റെ പണി നടക്കുമ്പോൾ കട്ട വിരിക്കുമ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2 സൈഡും ഫില്ല് ചെയ്യുന്നു. ഇപ്പോൾ ഒരു വണ്ടി വില്ലത്തെ സ്കൂളിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് പുറത്തുനിന്നൊരു വണ്ടി അങ്ങോട്ട് പോകുകയെന്നുണ്ടെങ്കിൽ ആ വണ്ടി ഈ റോട്ടിൽ നിന്ന് കിഴപ്പട്ട് ഇറങ്ങിയിട്ട് അടുത്ത ഏതെങ്കിലും വീടിൻ്റെ മുമ്പിൽ സ്ലോപ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ അതിനെയാണ് ആ വണ്ടിക്ക് കയറാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ വീല് മുഴുവൻ പോകുന്ന ഈ കാളച്ചാല് കൂടെയാണ്. അതല്ലെങ്കിൽ ആ വണ്ടി റിവേഴ്സ് പോയിട്ട് ഇതാവണം. ശരിക്കും ഈ പഞ്ചായത്തിൻ്റെ മെയിൻ ആൾക്കാരൊക്കെ 24 മണിക്കൂർ ഈ റോട്ടിൽ കൂടെയാണ്. 2-3 മെമ്പർമാരുണ്ട്, ഇവർ പിന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് എല്ലാവരും ഉണ്ട്. പക്ഷേ ഈ റോഡിൻ്റെ ഈ അവസ്ഥ ഇവരാരും കാണുന്നില്ല എന്നുള്ളതാണ്. ഈ റോഡിൻ്റെ അവസ്ഥ സാധാരണ ജനങ്ങൾക്ക് വണ്ടി ഓടിക്കുന്ന ആളുകൾക്ക് ശരിക്കും ഇതിൻ്റെ യഥാർത്ഥ ഭവിഷ്യത്ത് എന്താണെന്ന് മനസ്സിലാവുള്ളൂ. രാത്രിയായാലും വേണ്ടില്ല, പകലായാലും വേണ്ടില്ല. ഇതിലെ വാഹനം പോകുന്ന സമയത്ത് ഒരു വാഹനം എതിരിൽ വരും കൂടിയാണെങ്കിൽ സൈഡ് കൂടി കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും തലമണ്ട പോകുന്ന അവസ്ഥയിലാണ് ഇന്ന്. മുകളിലെ റോട്ടിൽ നിന്ന് ചോട്ടിലേക്ക് ചാടുന്ന ഒരു പരുവത്തിലാണ് റോഡിൻ്റെ ഒരു നിർമ്മിതി. ഇപ്പോൾ വില കൂടിയ കാറുകൾ ചോട്ടിൽ നിന്ന് മുകളിലേക്ക് കയറണമെങ്കിൽ അവരുടെ ഫ്രണ്ടിൽ ബമ്പർ ഇടിച്ചുകൊണ്ട് കയറാൻ പറ്റാത്തൊരവസ്ഥയിലാണ് നിൽക്കുന്നത്. അപ്പോൾ അത്രയും അശാസ്ത്രീയമായ ഒരു നിർമ്മാണമാണ് ഈ റോഡിന് മുകളിൽ ചെയ്തിരിക്കുന്നത്. ഓരോ വരനും വധുവിനും മനോഹരമായും വ്യത്യസ്തമായും അണിഞ്ഞൊരുങ്ങുവാൻ ഇമ്മാനുവൽ സിൽക്സ് അവതരിപ്പിക്കുന്നു വെഡ്ഡിംഗ് ഫെസ്റ്റ്. ഈ ഷോപ്പിംഗ് മഹോത്സവത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇമ്മാനുവൽ സിൽക്സ്.